ഇവിടെ ക്ലിയോപാട്രയുടെ മൂക്ക് നീണ്ടിരിക്കുന്നത് കൊണ്ട് അവളെ കാണാൻ ഭംഗിയില്ലെന്ന് വെച്ച് എല്ലാവരോടും ദേഷ്യപ്പെടാണ്. ആ സമയത്ത് ക്ലിയോപാട്രയുടെ ചിത്രം വരയ്ക്കാൻ വേണ്ടി കൊട്ടാരത്തിൽ ഒരു ആർട്ടിസ്റ്റ് വരുന്നു. അപ്പോൾ ആ പടത്തിലും അവളുടെ മൂക്ക് നീട്ടി വരച്ചത് കൊണ്ട് ക്ലിയോപാട്ര ദേഷ്യത്തില് ആർട്ടിസ്റ്റിനെ കൊല്ലാൻ ഉത്തരവിടാണ്. ഉടനെ ആർട്ടിസ്റ്റ് അവിടെ നോടി രക്ഷപ്പെടുന്നു. അങ്ങനെ ആ നാട്ടിലെ മറ്റൊരു ആർട്ടിസ്റ്റ് ക്ലിയോപാട്രയുടെ ചിത്രം വരയ്ക്കാണ്. പക്ഷെ എത്ര വരച്ചിട്ടും ശരിയാക്കാത്തോണ്ട് പുള്ളി വരയ്ക്കും, പേപ്പർ ചുരുട്ടിക്കളയും, വരയ്ക്കും, ചുരുട്ടിക്കളയും, വരയ്ക്കും, ചുരുട്ടിക്കളയും. അങ്ങനെ ഇത് ക്ലീൻ ചെയ്യാൻ വന്ന പയ്യന് ആകെ കലികേറാണ്. ശേഷം ഒരു ചിത്രം വരച്ചു കഴിഞ്ഞ ആർട്ടിസ്റ്റ് ആ പടം ആ ജോലിക്കാരനെ ഏൽപ്പിച്ചിട്ട് പിരമിഡിലെ കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നു. അപ്പൊ അവനും പാടുപെട്ട് പിരമിഡിനുള്ളിലെ കൊട്ടാരത്തിൽ ചെല്ലുന്നു. ആ സമയത്ത് അവനൊരു കൊതുക് ഡിസ്റ്റർബ് ചെയ്യാണ്. അപ്പൊ അതിനെ ഓടിക്കാൻ ശ്രമിച്ചവൻ ആ പെയിന്റിങ്ങിന് ഡാമേജ് വരുത്തുന്നു. ഇത് കണ്ട് പേടിച്ചവൻ പെയിന്റിംഗ് തുറന്നു നോക്കിയതും പെയിന്റിങ്ങിന് പ്രോബ്ലം ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ അവൻ ആശ്വസിച്ചു നിന്നതും ആ കൊതുക് പിന്നെയും അവന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഉടനെ അവൻ അതിനെ അടിച്ചു കൊല്ലുന്നു. പക്ഷെ അടിച്ചു കൊന്നത് ക്ലിയോപാട്രയുടെ മൂക്കിലായി പോയി. ഉടനെ പേടിച്ചവൻ ആ ബ്ലഡ് കൈകൊണ്ട് തുടച്ചു മാറ്റാണ്. പക്ഷെ മാച്ച് ക്ലിയോപാട്രയുടെ മൂക്കോടെ മാഞ്ഞു പോകുന്നു. അങ്ങനെ കൊച്ചുപയ്യൻ വഴി കണ്ടൊരു പെയിന്റിംഗ് ബ്രഷ് എടുത്തുകൊണ്ട് വന്ന് പല മൂക്ക് വരച്ച് ട്രൈ ചെയ്യാണ്. അവസാനം മെന്റലായവൻ ആ പെയിന്റിംഗ് കൊണ്ട് ക്ലിയോപാട്രയുടെ അടുത്ത് ചെല്ലാണ്. അങ്ങനെ ക്ലിയോപാട്ര ഇവനെയും കൊല്ലാൻ സമയമായി എന്നും പറഞ്ഞ പെയിന്റിംഗ് വന്ന് നോക്കുകയാണ്. പക്ഷെ ആ പെയിന്റിംഗ് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അപ്പൊ നല്ലപോലെ വരച്ച പെയിന്റിങ്ങിനെ കുളമാക്കി കാണിച്ചപ്പോൾ ക്ലിയോപാട്രയ്ക്ക് ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് ആ പയ്യനെ കൊട്ടാരത്തിൽ ജോലി കൊടുത്തിട്ട് യഥാർത്ഥ ആർട്ടിസ്റ്റിന് അവിടെ തൂപ്പ് ജോലി കൊടുക്കുകയാണ്.